ഇന്ത്യ അനാവശ്യ യുദ്ധത്തിന് തുടക്കം കുറിച്ചുവെന്ന് ഇമ്രാൻഖാൻ ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ശിഥിലമാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്പസമയം മുൻപ് പ്രതികരിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഒരു വാക് യുദ്ധത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണോ? സങ്കീർണമാകുമോ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ പാക് പ്രശ്നങ്ങൾ? അനന്ത്, കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി മാറുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ആർമിക്ക് യുദ്ധത്തിനുള്ള അനുമതി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നൽകി. പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമാണ് ഇമ്രാൻഖാൻ അത് പ്രഖ്യാപിച്ചത്. ഇന്ത്യ അനാവശ്യമായി യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തിരിച്ചടി നൽകും. ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് തിരിച്ചടി ഉണ്ടാകും. പാക് ആർമിക്ക് തിരിച്ചടിക്കുള്ള സ്വാതന്ത്ര്യം നൽകുന്നതായും പാക് പ്രധാനമന്ത്രി സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് പാക് സർക്കാരിന്റെ ഒരു വാദം. പക്ഷേ ഇന്ത്യ സ്ഥിരീകരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസ്ഹറിന്റെ സഹോദരങ്ങളായ മൗലാന തൽഹയും ഇബ്രാഹിം അസ്ഹറും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാശ്മീരിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ചുമതലകൾ ജെയ്ഷെ തീവ്രവാദി സംഘടനയിൽ ഉണ്ടായിരുന്ന മുഫ്തി അസ്ഹറും മൗലാന അമ്മറും പോലുള്ള മുതിർന്ന തീവ്രവാദി കമാൻഡോകളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ ഇബ്രാഹിം അസ്കർ നേരത്തെ എയർ ഇന്ത്യ വിമാനം റാഞ്ചി കണ്ടഹാറിലേക്ക് കൊണ്ടുപോയ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട നേതാവ് കൂടിയാണ്. അന്നു മുതലേ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയാണ് ഇബ്രാഹിം അസ്കർ. ഇബ്രാഹിം അസ്കറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ സ്ഫോടനം നടത്തി തകർത്ത സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബലാക്കോട്ടിലും മുസ്രാഫാദിലും ചഗോദിലും നടത്തിയ ആക്രമണങ്ങൾ ഭീകരമായ നാശമാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയത്. പാകിസ്ഥാനിൽ അത് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. പാകിസ്ഥാൻ പ്രതിപക്ഷ പാർട്ടി ഇമ്രാൻഖാനെതിരെ ഇപ്പോൾ തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളെ പാർലമെന്റ് സമ്മേളനം പാകിസ്ഥാൻ വിളിച്ചു ചേർക്കുകയാണ്. എല്ലാ പാർട്ടികളോടും നിലവിലെ സ്ഥിതിവിശേഷം പറയാൻ ശ്രമിക്കുകയാണ് ഇമ്രാൻഖാൻ. സൈന്യമാകട്ടെ പ്രത്യാക്രമണത്തിനായുള്ള കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പ്രതിരോധ സംവിധാനങ്ങൾക്കും ശേഷമാണ് ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് രാജസ്ഥാനിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചുകൊണ്ട് അറിയിച്ചത് സുരക്ഷിതമായ കരങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ രാജ്യത്തെ അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. വലിയൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ, വാക്കുതർക്കം, ഇപ്പോൾ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ഈ നിമിഷം പറയാനാകുന്ന ഒരു വിഷയം. സന്തോഷ്, ഒരു സംശയം മാത്രം ബാക്കിയുള്ളത്, ഈ തീവ്രവാദികൾ ഭീകരർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുക? പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു ഒരാൾ പോലും. ആനന്ദ്, ഇക്കാര്യത്തിൽ ഈ ഇന്ത്യ ആക്രമണം നടത്തിയ രീതി പ്രധാനപ്പെട്ടതാണ്. ബലാക്കോട്ടയിൽ ആക്രമണം നടത്താൻ ഇന്ത്യ സമയം തിരഞ്ഞെടുത്തത് നേരത്തെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരമായിരുന്നു. ഈ തീവ്രവാദികൾ എല്ലാവരും ബലാക്കോട്ടിലെ ഈ പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിൽ ഉണ്ട് എന്ന് നല്ല വ്യക്തമായി രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് വ്യോമ ആക്രമണം ഇന്ത്യ നൽകിയത്. അപ്പൊ എല്ലാവരെയും കൊല്ലുക എന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ജെയ്ഷയുടെ തലവൻ മസ്തൂർ അസ്ഹറിനെയും ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ പോലും നേരത്തെ തന്നെ പാകിസ്ഥാൻ ആർമി ഇയാളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അതിൽ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ആക്രമണം നടത്തിയത്. അവിടെ മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കൊല്ലപ്പെടാനാണ്, എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കാം. അതാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വ്യക്തമായി പറയുന്നത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം നൽകാൻ പാകിസ്ഥാൻ തയ്യാറല്ല. പാകിസ്ഥാൻ ആദ്യം മുതലേ നോ കാഷ്വാലിറ്റി നോ ഡെത്ത് എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ സൈനിക വക്താവിന്റെയും പാകിസ്ഥാൻ സർക്കാരിന്റെയും മറുവാദം എന്നത്. ചില കുന്നുകൾക്ക് മുകളിൽ ഇന്ത്യ ബോംബ് വർഷം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി കടന്നിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് പാകിസ്ഥാൻ. പക്ഷെ പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ വലിയൊരു അറ്റാക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പോലും. എന്നാൽ പോലും തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് നേരത്തെ സൂചിപ്പിച്ച അതേ നിരീക്ഷണം ഞാനും ആവർത്തിക്കുകയാണ്. അതായത് എല്ലാ രാജ്യത്തിനും സൈന്യമുണ്ട്, പക്ഷേ ഒരു സൈന്യത്തിന് ഒരു രാജ്യം ഉള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ കടുത്ത സമ്മർദ്ദം ഇമ്രാൻഖാനെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ, അല്ലേ സന്തോഷ് സർലിംഗ്?
തീർച്ചയായും ആനന്ദ്, ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണത്. കാരണം പാകിസ്ഥാനിൽ എല്ലാം നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആർമിയാണ്. ജനാധിപത്യപരമായി ഇലക്ഷനുകളൊക്കെ നടക്കാറുണ്ട്, പ്രധാനമന്ത്രിമാർ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്, ഓരോ പ്രവിശ്യയിലും അവരുടെ ഭരണാധികാരികൾ വരാറുമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു നിർണായകമായ ദേശീയ വിഷയം എത്തുമ്പോൾ അത് തീരുമാനിക്കുന്നത് ആർമിയാണ്. ആർമിക്ക് മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി പ്രവർത്തിച്ചാൽ ആ പ്രധാനമന്ത്രിയെ തടങ്കലിലാക്കാനും ആർമി അട്ടിമറിയിലൂടെ ഭരണം നേടാനും കഴിയും. അതാണ് പാകിസ്ഥാന്റെ ഒരു രീതി. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർമിയെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇമ്രാൻഖാനും കഴിയുകയില്ല. യുദ്ധമല്ല സമാധാനമാണെന്ന് ഇമ്രാൻഖാൻ പറയുമ്പോൾ പോലും അത് തീരുമാനിക്കേണ്ടത് അടിസ്ഥാനപരമായി ആർമി തന്നെയാണ്. ആർമിക്ക് അത് യുദ്ധം നടത്താം, അത് ആർമി നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആർമിയെ. അവർ തന്നെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദി സംഘടനകൾ ഉണ്ടാക്കുന്നതും അവരെ കൊണ്ട് കാശ്മീരിലേക്ക് ആക്രമണം നടത്തിക്കുന്നത് പോലും. ഈ കാർഗിൽ വാറിൽ പോലും അവർ മുമ്പിൽ നിർത്തിയത് തീവ്രവാദികളെയായിരുന്നു. പിന്നീടാണ് സൈന്യം രംഗത്തെത്തിയത്, അത് യുദ്ധത്തിന് ശേഷം. അതേപോലെ തന്നെ ഒരു നിഴൽ യുദ്ധം തന്നെയാണ് കാലങ്ങളായി കാശ്മീരിൽ ഈ സൈന്യം നടത്തുന്നത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പലതവണ ഇന്ത്യക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ അത് മാറ്റാനൊന്നും പാകിസ്ഥാന് കഴിയുകയില്ല. അവർ കീഴിൽ നിന്ന് ആർമിക്ക് അനുസൃതമായി ചിന്തിക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല. ഇപ്പോൾ യുദ്ധമാണെങ്കിൽ പോലും അത് ആർമി തീരുമാനിച്ചതാണ്. ആർമിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ അത് മാറിയിരിക്കുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്രാൻഖാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, ആർമിക്ക് ഈ യുദ്ധത്തിനുള്ള അനുമതി നൽകുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാനാവുകയുമില്ല. ആനന്ദ്, വ്യക്തമാണ് സന്തോഷ് വിശദാംശങ്ങൾ. ഏതായാലും വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. കൂടുതൽ ഗൗരവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് വിഷയത്തിൽ കൈവന്നിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കൂടിയുള്ള പ്രധാന ശക്തികൾ ഇക്കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടും എന്നതുകൂടി വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനം ആയ കാര്യമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനും കൊല്ലപ്പെട്ടു. മൗലാന തൽഹ സെയ്ഫാണ് കൊല്ലപ്പെട്ടത്. പുൽവാമ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായ ബാലാകോട്ടിലെ ക്യാമ്പ് അടക്കം 3 സ്ഥലങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു. ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ തിരിച്ചടി നൽകിയത് പാകിസ്ഥാനിലെ മൻഷേറ ജില്ലയിലെ ഖൈബർ പാഖ്തൂൺ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രവും മുസറാഫാബാദ്, ചകോദി എന്നീ കേന്ദ്രങ്ങളിലെ വനമേഖലകളിലെയും മലമുകളിലെയും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തകർത്തു. മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് കോഹ്ലെ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈന്യ കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിടുന്ന നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി ഭർത്താവ് യൂസഫ് അസ്ഹർ നേതൃത്വം നൽകുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് ബലാക്കോട്ടയിലുള്ളത്. നിരവധി തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്തു. India struck the biggest training camp of the Jaish e Mohammed in Balakot. In this operation, a very large number of Jaish e Mohammed terrorists, trainers, senior commanders and groups of jihadis who were being trained for Fidaian action were eliminated. ആക്രമണത്തിന് ശേഷം ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി അടിയന്തര യോഗം ചേർന്നു. രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി എന്നിവർ പങ്കെടുത്തു. പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകേണ്ടത് യോഗം ചർച്ച ചെയ്തു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ തലവൻ ബിപിൻ റാവത്ത്, വ്യോമസേനാ തലവൻ BS ധനോവ എന്നിവരും സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആർമി തലവനുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി ഖുറേഷി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. വ്യോമാക്രമണം നടത്തുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 21 മിനിറ്റ് മാത്രം. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ ഞെട്ടി. ഹരിയാനയിലെ അംബാല വിമാനത്താവളത്തിൽ നിന്ന് ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ മുഴുവൻ ചുമതലയും പശ്ചിമ വ്യോമ കമാൻഡിനായിരുന്നു. 1000 കിലോ സ്ഫോടന വസ്തുക്കൾ ആക്രമണത്തിന് ഉപയോഗിച്ചു. അതീവ രഹസ്യമായിരുന്നു എല്ലാ നീക്കങ്ങളും. അർദ്ധരാത്രി ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിൽ മിറാഷ് ജെറ്റുകൾ ഇന്ത്യൻ നിയന്ത്രിത ലേസർ ഗൈഡ് സുദർശൻ മിസൈലുകൾ നിറച്ച് കാത്തിരുന്നു. പുലർച്ചെ 3:30 ആക്രമണത്തിന് അനുമതി ലഭിച്ച വിമാനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാൻ റഡാറുകളെ വെട്ടിച്ച് 50 മൈലുകൾക്കുള്ളിൽ പാകിസ്ഥാനിൽ പ്രവേശിച്ച് ബലാക്കോട്ടിലെ ജെയ്ഷെ പരിശീലന കേന്ദ്രത്തിന് മുകളിലെത്തുമ്പോൾ
സമയം 3:45. ആദ്യ മിസൈൽ ലക്ഷ്യസ്ഥാനം ഭേദിച്ചു. 8 മിനിറ്റിനുള്ളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രം ചാരമായി. 200-ലേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. മുസറഫാബാദിലെ കൊടുംകാട്ടിനുള്ളിൽ തീവ്രവാദ കേന്ദ്രത്തിൽ മറ്റൊരു സെറ്റ് മിറാഷ് വിമാനങ്ങൾ എത്തുമ്പോൾ സമയം 3:48. 7 മിനിറ്റിനുള്ളിൽ ഇവിടെയും ലക്ഷ്യം നേടി. ഏറ്റവും അവസാനത്തെ കേന്ദ്രമായിരുന്നു ചഗോതി. 3:58 ആരംഭിച്ച ആക്രമണം 4:04 പൂർത്തിയാക്കി. ഇതിനിടയിൽ പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ പ്രതിരോധിക്കാനെത്തിയെങ്കിലും മിറാഷുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 1971-ലാണ് ഏറ്റവും അവസാനം ലൈൻ ഓഫ് കൺട്രോൾ മറികടന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ നാശം വിതച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും അതിർത്തി കടന്നിരുന്നില്ല. 1980-കളിലാണ് ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. തണുത്തുറഞ്ഞു കിടക്കുന്ന അതിർത്തിയിൽ കരസേന ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വ്യോമസേന ഉപയോഗിച്ച് എയർ അറ്റാക്ക് നടത്താൻ സൈന്യം തീരുമാനിച്ചു. 40 CRPF ജവാന്മാരുടെ ജീവന് പകരം 300-ലേറെ ജെയ്ഷെ തീവ്രവാദികളെ വ്യോമസേന ഇല്ലായ്മ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തെ അഭിനന്ദിച്ച രാജ്യം. മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സേനയുടെ ധീരതയെ അഭിനന്ദിച്ച് രംഗത്തെത്തി. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയും അഭിപ്രായപ്പെട്ടു. അതേസമയം ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുവെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിൽ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് സമ്മതിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് രാജ്യം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖർ വ്യോമസേനയുടെ അതിർത്തി കടന്നുള്ള പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള വിവരം രാവിലെ തന്നെ സ്ഥിരീകരിച്ചു. ഇത് രാജ്യസുരക്ഷയ്ക്കായി എടുത്ത നടപടിയെന്നായിരുന്നു കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ്, VK സിംഗ് എന്നിവരുടെ പ്രതികരണം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യോമസേനയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. വിവിധ മുഖ്യമന്ത്രിമാരും പ്രത്യാക്രമണത്തെ പ്രശംസിക്കുകയുണ്ടായി. ഈ തിരിച്ചടിയിൽ നിന്നെങ്കിലും പാകിസ്ഥാൻ പാഠം പഠിക്കണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയെങ്കിലും ഇന്ത്യൻ മണ്ണിൽ, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ച് ആ ഒളിത്താവളങ്ങളിൽ നിന്നും ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു ശരിയായ പാഠം പഠിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സൈനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം കൊണ്ടുവരാറുണ്ട്. പാക് സൈന്യത്തിന്റെ പിന്തുണയിൽ വളരുന്ന ജെയ്ഷെ പരിശീലന ക്യാമ്പിന് നേരെയുണ്ടായ തിരിച്ചടി സൈന്യത്തിന് തിരിച്ചടിയേറ്റതിന് തുല്യമാണ്. അതിനാൽ ജെയ്ഷെയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് തകർന്നതെന്ന് അംഗീകരിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വ്യോമസേന അതിർത്തി കടന്ന് ബോംബുകൾ വർഷിച്ചെന്ന് മാത്രമാണ് പാക് സൈനിക വക്താവ് സമ്മതിച്ചിട്ടുള്ളത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. അതിർത്തി കടന്ന മിറാഷ് വിമാനങ്ങളെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങൾ വഴി പ്രതിരോധിച്ചെന്നും തുടർന്നാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇന്ത്യക്ക് സ്ഫോടന വസ്തുക്കൾ നിക്ഷേപിക്കേണ്ടി വന്നതെന്നുമാണ് പാക് മാധ്യമങ്ങളുടെ അവകാശവാദം. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം നേരത്തെ വ്യക്തമാക്കിയതിനാൽ ഇന്നത്തെ തിരിച്ചടിയുടെ പേരിൽ പാകിസ്ഥാന് യാതൊരു അധിക പിന്തുണയും ലഭിക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ കേസിൽ സമവായ സാധ്യത പരിശോധിച്ച സുപ്രീം കോടതി. സമവായത്തിന് 1% സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മധ്യസ്ഥതയുടെ കാര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച സുപ്രീം കോടതി വിശദമായ വിധി പുറപ്പെടുവിക്കും. അതേസമയം തർജ്ജമ ചെയ്ത രേഖകളിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി 6 ആഴ്ചത്തേക്ക് മാറ്റി. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും തർക്കം പരിഹരിക്കാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മധ്യസ്ഥ ചർച്ചകൾക്കായുള്ള സുപ്രീം കോടതി ശ്രമം. ഇത് ഭൂമി തർക്കമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നടന്ന പല ചർച്ചകളും പരാജയപ്പെട്ടെങ്കിലും വിശാല തലത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളെ സുന്നി വഖഫ് ബോർഡ് സ്വാഗതം ചെയ്തു. നിർമോഹി അഖാര മധ്യസ്ഥ ചർച്ചകളെ പിന്തുണച്ചപ്പോൾ രാംലല്ലയുടെ അഭിഭാഷകൻ വിയോജിച്ചു. സിവിൽ പ്രൊസീജിയർ കോഡിലെ 89-ാം വകുപ്പ് പ്രകാരമാണ് സമവായ സാധ്യത തേടുന്നത്. മധ്യസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വയ്ക്കും. മാർച്ച് 5-ന് മധ്യസ്ഥ ചർച്ച സംബന്ധിച്ച വിശദമായ ഉത്തരവിറക്കും. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ തർജ്ജമ ചെയ്ത രേഖകളുടെ കാര്യത്തിൽ സമവായത്തിലെത്താതെ വാദം ആരംഭിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. വാദം ആരംഭിച്ചു കഴിഞ്ഞാൽ തർജ്ജമയിലെ വിയോജിപ്പുകൾ അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തർജ്ജമ കണ്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ രാജീവ് ധവാൻ രംഗത്തെത്തി. തുടർന്നാണ് തർജ്ജമ ചെയ്ത് നൽകിയ രേഖകൾ പരിശോധിച്ച് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ കക്ഷികൾക്ക് സുപ്രീം കോടതി 6 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. പുതിയ തീരുമാനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അയോധ്യ കേസിൽ അന്തിമ തീർപ്പുണ്ടാകാനുള്ള സാധ്യത വീണ്ടും മങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച പരാജയം. 2ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് PJ ജോസഫ് പറഞ്ഞു. അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗും ഉറച്ചുനിന്നതോടെ UDF ഉഭയകക്ഷി ചർച്ച പ്രതിസന്ധിയിലായി.
സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇനിയും ഈ യോഗം തുടരാനാണ് സാധ്യത, ഇന്ന് പിരിഞ്ഞെങ്കിലും, കാരണം സമവായത്തിൽ എത്തിയിട്ടില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, സീറ്റ് വിഭജനം UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഓരോ സീറ്റുകൾ അധികം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് 2 സീറ്റും മുസ്ലിം ലീഗ് 3 സീറ്റും ആവശ്യപ്പെട്ടു. ഇത് അനുവദിക്കാനാവില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കളും എടുത്തു. അതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. ആദ്യം ലീഗുമായാണ് ചർച്ച നടത്തിയത്. ലീഗ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ സാധ്യമല്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തു. അതോടെ ചർച്ച വഴിമുട്ടി. തുടർന്ന് കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ചുരുക്കത്തിൽ 2 പാർട്ടികളുമായുള്ള ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യമാണുള്ളത്. അക്കാര്യം അതാത് നേതാക്കൾ തന്നെ KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ഇറങ്ങി വന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ചർച്ച തുടരും. 1-ാം തീയതി ലീഗുമായി കോഴിക്കോടും 3-ാം തീയതി കേരള കോൺഗ്രസുമായി കൊച്ചിയിലും സീറ്റ് വിഭജന ചർച്ച തുടർന്ന് നടത്തും എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്.